ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പരിപ്പ് കറിയാണ്. പരിപ്പ് കൊണ്ട് നമ്മൾ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു സിമ്പിൾ പരിപ്പ് കറിയാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനു വേണ്ടി 1 കപ്പ് പരിപ്പ് എടുക്കുന്നുണ്ട്. സാധാരണത്തെ തുവരപ്പരിപ്പാണ് എടുക്കേണ്ടത് കേട്ടോ. പരിപ്പ് നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സവാള, 1 തക്കാളി, 3 പച്ചമുളക്. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കണം. തക്കാളിയും സവാളയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇനി ഇതും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് അവനവൻ്റെ ആവശ്യമനുസരിച്ച് ക്രമീകരിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതിന് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതിൽ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്വല്പം ലൂസായിട്ടുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് 2 വിസിലടുപ്പിക്കുക. അതിനുശേഷം സിമ്മിലിട്ടിട്ട് ഒരു 2-3 വിസിലടുപ്പിക്കുക. ഇത് നന്നായി വേവണം. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തുടയണം. പരിപ്പിൻ്റെ വേവാണ് ഇതിൻ്റെ വേവ് കേട്ടോ. ഇനി ഈ കറി റെഡിയാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം. 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. എത്ര ചുവന്നുള്ളി എടുക്കുന്നോ അതിൻ്റെ പകുതി വെളുത്തുള്ളി എടുക്കുക. കുറച്ച് ഉണക്കമുളക് എടുക്കുക, എരിവിനാവശ്യമുള്ള ഉണക്കമുളക്. ഇനി ഇത് 3 കൂടി ചതച്ചെടുക്കുക. ഈ പരിപ്പ് കറിയിൽ ഉള്ളിയും മുളകും ചതച്ച് കുത്തി കാച്ചുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാം. പക്ഷേ ശരിയായ രീതി ഉണക്കമുളകും ഉള്ളിയൊക്കെ കൂടി ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ചെടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ കൂട്ടാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ജീരകം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിമുളകും ചേർത്ത് കൊടുക്കാം. ഉള്ളിമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളിമുളകൊക്കെ നന്നായി മൂത്ത് വരണം. എന്നാൽ കരിഞ്ഞു പോവരുത്. അതിൻ്റെ സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളിമുളകും മൂപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. പരിപ്പും തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും വെന്തുടയണം. വെന്തുടയുമ്പോഴേ നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉള്ളിയും മുളകും മൂത്തോന്ന് നോക്കാം. ഉള്ളിയും മുളകൊക്കെ നന്നായി മൂത്തു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി നിങ്ങൾ മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം മൂപ്പിച്ചതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടിക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ ചെയ്താൽ മതി. പക്ഷേ ഇതിൽ ഉണക്കമുളക് കുത്തി കാച്ചി ചേർക്കുമ്പോഴാണ് പരിപ്പ് കറിക്ക് ശരിയായ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ അതുപോലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ പരിപ്പ് കറിയിൽ ജീരകം ചേർത്തുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇനി ഈ പരിപ്പ് കറിക്ക് ഒരുപാട് തിക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണമെന്നുള്ളത് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ കറി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കറിയൊക്കെ ഇവിടെ പാകമായി. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റിയായ
ചോറിനും ചപ്പാത്തിക്കുമൊക്കെ നല്ല കോമ്പിനേഷനായിട്ടുള്ള പരിപ്പ് കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.